അളിയാ അളിയ നെന്നിക്കളി ഒരു ചെറിയ പ്രശ്നമുണ്ട് അളിയാ. അളിയാ അളിയ നെന്നിക്കളി ചെറിയൊരു പ്രശ്നമുണ്ടെന്ന്. അളിയാ അളിയാ എന്താ അളിയ എന്നെ ഒന്ന് സഹായിക്കണം അളിയ. അളിയ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. സഹായിക്കാം. നീ സ്റ്റേഷനിലാ അളിയാ. എന്താ ഞാൻ അളിയൊന്ന് കുത്തിപ്പൊക്കി നോക്കിയതാ. കുത്തിപ്പോക്കാൻ ഞാൻ ഭർത്തോട്ട് പാടി പിടിച്ച മീനാ. അയ്യോ തമാശ പറയല അളിയ. അളിയ ഒരു പ്രശ്നത്തിനാണ്. അളിയ സഹായിക്കണമെന്ന്. ഒന്ന് പോടെ. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ പോയി നിന്നിട്ട് ഞാൻ വന്നിട്ട് ഉറങ്ങാൻ പോവാണ്. നീ ഒന്ന് പോ. നീ ഒന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞിപ്പോ ഈ ദേശീയ പരിപാടി ഞാൻ ഇങ്ങനെ പറയാം. നീ ഇറങ്ങിപ്പോ. ഞാൻ കഥ കുറ്റിട്ട് കിടന്നാ മതിയായിരുന്നു. ഉറക്കം പോകുന്നുള്ളതുകൊണ്ടാണ്. അളിയ 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 എനിക്ക് ഉറങ്ങണം. നീ പോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് സുമേഷ്. നീ ചെല്ല്. എന്നെ ഒന്ന് സഹായിക്കളേ. അളിയ കാര്യം കേട്ടിട്ട് അളിയ പോവാ. വേണ്ട വേണ്ട നോക്കിയപ്പോ അലർച്ച കേട്ടേന്ന്. ഭൂതം അലറി. ഭൂതം അലറിയെന്ന് വെച്ചാ ഈ എന്തോ അലറി. നീ ഒന്ന് വിളിക്കൂ. ഒന്ന് വിളിക്കൂ. വിളിച്ചൂടെ? എടി ഞാൻ വിളിച്ച ഭൂതം എണ്ണിക്കുന്നില്ല. ഞാൻ അങ്ങനെ കുറെ നേരം തോണ്ടി വിളിച്ചു. എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. എടി നീ വിളിക്കൊന്ന്. നീ വിളിക്ക്. നീ വിളിച്ചത് ഒരു ഞാൻ തിരക്കെന്ന് പറ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടി എന്തോ ചീറിയതോ? എന്താ അലറിയത്? ചീറിയെന്നല്ല മക്കളെ, അലറി. അലറി. അത് കോട്ടുവായിട്ടതാണ്. ശബ്ദത്തിൽ ആരെങ്കിലും കോട്ടുവായിടുവോ? എന്റെ പൊന്നാമി ഉറങ്ങിക്കിടക്കുന്ന ഭൂതത്തിന്റെ അറച്ചേ കോട്ടുവായെക്കാട്ടി ഭയങ്കരമായിരിക്കും. അതെവിടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് കേട്ടിട്ടുണ്ട്. നീ വിളിക്കും. വിളിച്ചൂടെ? എന്റെ പൊന്നു മക്കളെ ഒന്ന് വിളിയേക്ക് ചുമ്മാ. മാമാ മാമാ വിളിയടി. എടി വിളിക്ക്. ആവശ്യമുണ്ട്. വിളിക്ക്. മാമാ മാമാ ചിറ്റമ്മ പറഞ്ഞിട്ട് വിളിച്ചാണ്. പറഞ്ഞിട്ട് അവന്റെ നാശമാണ്. അടുത്ത വെള്ളിയാഴ്ച അവൻ കാക്കയാണ്. കാക്കയോ? അപ്പൂപ്പൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് ആലോചിച്ച് കളിച്ചാ വിജയിക്കാം. ഓക്കെ? ആ എടാ കുതിര എങ്ങനെയാ പോകുന്നേ? ചാടിച്ചാടിയാ? എടാ അത് ഒറിജിനൽ കുതിര. അപ്പൂപ്പൻ ചോദിച്ചത് ഈ ബോർഡിലെ ചെസ് ബോർഡിലെ കുതിര എങ്ങനെ പോവുന്നാണ്. അത് ശരി. അപ്പൊ ഇത്തിരി നേരം പറഞ്ഞൊക്കെ മറന്നാ നീ? ഡേ കുതിര ഇങ്ങനെ എൽ ഷേപ്പിലാണ് പോകുന്നത് കേട്ടാ. കേട്ടാ പ്രശ്നമുണ്ട്. നീ എവിടെ ഉണ്ടായാലും അവിടെ പ്രശ്നം ഉണ്ടാവൂല. ഇറങ്ങി വാ. ഇറങ്ങി വാ. ഇവിടെ നീ ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞ. അതുകൊണ്ടാണ് ഒരു കാര്യം. നീ മാമാനെ ഇറക്കി ഇവിടെ ഇങ്ങോട്ട്. ഇറക്കി ഇവിടെ ഞാൻ തന്നെ മടി കെട്ടി വെച്ചിരിക്കുന്ന. അഞ്ചായിട്ട് വലിച്ചു കയറി കൊണ്ടല്ലോ ഞാൻ കാണിച്ചറിയാം. നിർത്ത്. പ്രശ്നം എന്താ നീ പറ ആദ്യം. മാമ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് മര്യാദയ്ക്ക് നടന്ന് ഉറങ്ങായിരുന്നു. ഈ മണ്ടരത്തെങ്കോ ആ നർഗീസ് പെണ്ണും കൂടെ വന്നെ ഉറങ്ങാൻ സമയം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നർഗീസ് പെണ്ണോടെ? അയ്യോ അളിയ ഞാൻ അളിയന്റെ ഉറക്കം കെടുത്താൻ വേണ്ടി വന്നതല്ല. അല്ലേ? അല്ലെന്ന് എനിക്കൊരു സഹായം വേണം. അതിനുവേണ്ടി വന്ന എന്റെ അച്ഛനാണ് സത്യം. എന്റെ തലത്തോട് സത്യം ചെയ്ത് എനിക്ക് ആവശ്യമുള്ളതാ. ഓക്കെ എന്നാ ഞാനാണ് സത്യം. അളിയ എന്നെ ഒന്ന് സഹായിക്കണം. എന്തോ സഹായിക്കണം? നീ കാര്യം പറയണ തെളിച്ച്. അത് പിന്നെ ഞാൻ കരിങ്ങാച്ചറ വഴി നിന്ന് ബൈക്കിൽ വന്നപ്പോഴേക്ക് പോലീസുകാരൻ കൈ കാണിച്ചു. അപ്പൊ ഞാൻ നിർത്തിയില്ല. അത്യാവശ്യം ചെറിയ സ്പീഡ് ഉണ്ടായിരുന്നു. അവര് മറ്റേ കുഴൽ പോലിരിക്കുന്ന ക്യാമറ കൂടെ നോക്കി. കുഴൽ പോലിരിക്കുന്ന ക്യാമറ അപ്പം ഞാൻ നിർത്തിയതുമില്ല. ഞാൻ ഈ പോയിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ പോലീസിന് കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. അവര് ക്യാമറയിൽ കൂടെ നോക്കി. അപ്പം ഒരു പ്രശ്നവും ഇല്ലാതെ അളിയൻ എന്നെ നോക്കുമല്ലോ. അല്ലേ? എന്തെങ്കിലും ഉണ്ടോ ചെയ്തു കൊടുക്കാം. അല്ല എനിക്കില്ലൊന്നും ചെയ്യില്ല. അവര് നല്ല വൃത്തിക്ക് ചെയ്തോളൂ. അല്ല അളിയ പ്ലീസ് അല്ലേ, കഷ്ടമുണ്ട് അളിയ. പ്ലീസ് അല്ലേ. നീ ധൂമളിച്ച് വന്നല്ലേ? മറ്റേ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്ന അത് ഞാൻ ധൂം 2 ആയിട്ട് പിന്നെ മരുമാനെ നീ അവനെ വിട്ടു അവനെ രക്ഷിച്ചെടുക്കാൻ പറഞ്ഞ മാമ. ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇത് ഇന്റർസെപ്റ്റർ ഒക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അത് MVD അല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റ് നീ ഓൾഡറുള്ള ഒരു പോലീസുകാരല്ലേ? ഇറക്കി വിട്ടു കൊടുക്ക്. പിന്നെ അല്ലാതെ നിന്റെ കൊച്ചളിയനല്ലേ അവൻ.
ആ എടാ ചെയ്തു തരാം ഇന്ന ഉറങ്ങാൻ സമ്മതിക്കൂ. പാട്ട് പാടിത്തരാൻ വന്ന്. എനിക്ക് സ്വസ്ഥത തന്നാ നീ. അവൻ ഒന്നും ചെയ്യില്ല, നീ പോയിക്കോ, നീ പോയി കിടന്നുറങ്ങ്. ഞാൻ ഉറങ്ങട്ടാടേ പോയി. ആ അവൻ ഇവിടെ ഇരുന്ന് പാടിക്കോളും, നീ പോയി കിടന്നുറങ്ങ്.